ഹായ്, കുറേ നാൾക്ക് ശേഷം അങ്ങനെ വീണ്ടും വരികയാണ് നമ്മൾ പുതിയ വ്ളോഗൊക്കെ ആയിട്ട്. ഞാനിപ്പോൾ ഒരു മുട്ട ബുർജി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മുട്ട ബുർജി. ഇത് എനിക്ക് നമ്മൾ സാധാരണ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണല്ലോ വ്ളോഗൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവാണ്, അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എനിക്ക്. അപ്പോൾ നമ്മളൊരു 8 മണിക്കാണ് നമ്മുടെ വണ്ടി. സോ ഇങ്ങനെ വെച്ചാൽ കാണില്ല. ഓക്കെ, 8 മണിക്കാണ് നമ്മുടെ വണ്ടി. ഇവിടെയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കാം കേട്ടോ. എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നും കഴിഞ്ഞിട്ടില്ല. കുക്കിംഗ് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എഗ് ബുർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർക്കും കൊടുക്കാം, എനിക്കും ഹസ്ബൻഡിനും കഴിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇന്ന് തോരനും ഒഴിച്ച് കറിയും അങ്ങനെ ചോറും സെപ്പറേറ്റ് വെക്കണ്ട. കാരണം നമുക്ക് ഇന്നലെ നമ്മൾ വെച്ച കറികൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചും കൂടെ മതി. നമ്മൾ വൈകുന്നേരം ഫുൾ ലോഡ് കഴിച്ചിട്ടൊന്നുമല്ല നമ്മൾ പോവുക. വണ്ടിയിൽ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൽ ബാത്റൂമിൽ പോകാനൊന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ടും നൈറ്റ് നമ്മളിപ്പോൾ ഇന്ന് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ രാവിലെ നാളെയാണ് എത്തുക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടും എന്താ പറയുക, നമുക്കധികം ഹെവി ആയിട്ടൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബുർജി ഉണ്ടാക്കട്ടെ. പിന്നെ ചോറ്, പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി. അബിയേട്ടന് ജോലിക്ക് പോകുമ്പോൾ ഫുഡ് കൊണ്ടു. അപ്പോൾ ഞാനൊരു തേങ്ങാ ചമ്മന്തി അരച്ചിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അതായത് നമ്മൾ വേറെ കറികളൊന്നും നോക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തുണികളൊക്കെ പാക്ക് ചെയ്യുന്ന കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചൂട് ആവി പറക്കുന്ന മുട്ട ബുർജി റെഡിയായി. അപ്പം നമുക്ക് നെക്സ്റ്റ് പരിപാടി കിച്ചൺ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. പിള്ളേർ ഭയങ്കര കളിയാക്കാം. നമ്മളിത് അബിയേട്ടനെയും വെയിറ്റ് ചെയ്തിരിക്കുക ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്നും മാറണ്ട, നമുക്ക് 8 മണി രാത്രിത്തേക്കാണ് വണ്ടി. അപ്പോൾ ഞാനിങ്ങനെ പിള്ളേരെ വെച്ചിങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ അവന്മാരിങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഇവരുടെ അച്ഛനെയും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. പിള്ളേർ ഭയങ്കര കളിയാട്ടോ. ഞങ്ങളിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. വായ ഇടരുത്. രണ്ടാളും ഭയങ്കര കളിയാണ്. ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ചെറിയ കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിനെ ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എനിക്കിങ്ങനെ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും അസഹനീയമായ വേദനകൾ അങ്ങനെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെ പിള്ളേരുടെ അടുത്ത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത എൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, വൃത്തികെട്ട ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് വളരെ ചിരിച്ച് കൂളായിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു സെക്കൻഡിലായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരാം. അപ്പോൾ നമ്മൾ കാണുന്നവരൊക്കെ വിചാരിക്കും ഇത് എന്തോ ഓന്തോ, പെട്ടെന്ന് തന്നെ ഇത്ര നേരം ചിരിച്ചിരിക്കാനല്ല, പെട്ടെന്ന് ഒറ്റ സെക്കൻഡിലാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ എൻ്റെ മൂഡ് സ്വിങ്സ് ഒന്നും മാറിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴും അല്ലാത്ത എന്തെങ്കിലും എന്താ പറയുക സിറ്റുവേഷൻസൊക്കെ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം സമയത്തൊക്കെയുള്ള പോലെ മാത്രമല്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. പല സമയത്തും മൂഡ് സ്വിങ്സ് മനുഷ്യന്മാർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. എനിക്ക് ദേഷ്യം ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ മക്കളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാവും എനിക്ക് കുറച്ച് റെസ്റ്റ് ആൻഡ് എനിക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് കെയർ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നും വീട്ടിൽ പോകാമെന്ന്. സാധാരണ അബിയേട്ടനാണ് എൻ്റെ അടുത്ത് പറയാറ് നമുക്ക് വീട്ടിൽ പോവാം എന്ന്. അതായത് എൻ്റെ അവസ്ഥ അബിയേട്ടൻ പെട്ടെന്ന് മനസ്സിലാക്കും. എനിക്കിങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അബിയേട്ടനത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പറയും നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഞാൻ ഓക്കെ പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയും. ഇപ്രാവശ്യം ഞാനാണ് പറഞ്ഞത് വീട്ടിൽ പോകാമെന്ന്. ആള് ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ ലീവൊന്നും എടുക്കാണ്ട് തിരക്കായിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഞങ്ങളവിടെ കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ ആൾ വരും ഇങ്ങോട്ട്. കുറച്ച് ദിവസം അവിടെ നിൽക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഭയങ്കര ബാക്ക് പെയിൻ അല്ല, പുറം ആണ് വേദന. ഭയങ്കര പ്രശ്നമാണത്. നമുക്ക് വെയിറ്റ് എടുക്കുമ്പോൾ ഒക്കെ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്കത് മനസ്സിലാവും. പിന്നെ നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് മലർന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തോ മുള്ളുമ്പോൾ കിടന്ന ഫീൽ ആയിരിക്കും ഫസ്റ്റ് ആ ഒരു സെക്കൻഡ് നമ്മൾ കിടന്ന ആ ഒരു സമയം. പിന്നെ ശരിയാവും.
അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര പുറം വേദനയാണ്, നടുവേദനയല്ല പുറം വേദന. എനിക്ക് നടുവേദന കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നടുവേദനയല്ല, പുറം ഭയങ്കരമായിട്ട് വേദനിക്കണം. അപ്പം ഞാനിങ്ങനെ നിവർന്നൊക്കെ ഇരിക്കും, ഭയങ്കര ഇങ്ങനെ കുത്തിയിട്ടുള്ളൊരു വേദനയും കാര്യങ്ങളൊക്കെ. അപ്പം മെയിനായിട്ട് വീട്ടിൽ പോയി ചിലപ്പോൾ അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ ഓക്കെ ആവും. എൻ്റെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചിലപ്പോൾ അമ്മേനെ അച്ഛനെയും ഒക്കെ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പ്രസൻസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആവും. എല്ലാവരും ഒക്കെ അങ്ങനെ ആയിരിക്കില്ലേ, കുറേ പേർക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയിരുന്നു. പിന്നെ പിള്ളേർ വണ്ടി കയറി ഇരുന്ന പാടെ കിടന്ന് ഉറങ്ങും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇരുട്ടിയിൽ വണ്ടി നിർത്തിയിട്ടായിരുന്നു, ആരെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട്. പിന്നെ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കായിരുന്നു. ആ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വെളുപ്പിന് വീട്ടിലെത്തി. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിള്ളേരെ ഒരു കുഞ്ഞ് എൻ്റെ കയ്യിലും മറ്റേ മോൻ അബിയുടെ കയ്യിലാണ്. അപ്പോൾ രണ്ടാളെയും വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്, ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇതാ വീട്ടിലെത്തിയിട്ട് രണ്ടാൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അമ്മമ്മമാരെയും അച്ഛന്മാരെയും മാമനെയും ചിറ്റേനെയും എല്ലാവരെയും കണ്ട സന്തോഷമാണ് പിള്ളേർക്ക്. നമ്മൾ അതിൻ്റെ ഇടയിൽ തുടരും ഫിലിം ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയല്ലോ, അപ്പോൾ നമ്മൾ തുടരും ഒക്കെ കണ്ടിരുന്നു. ഞാൻ ക്ലൈമാക്സ് കണ്ടില്ല, എനിക്കിരുന്ന് കാണണം. അപ്പോൾ ഇന്ന് വല്യച്ഛൻ, അതായത് എൻ്റെ പപ്പ എന്നാണ് നമ്മൾ പപ്പ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ പപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ സെറ്റാക്കി. മമ്മിയും അമ്മയും അടുക്കളയിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് റോസ്മേരിൻ്റെ മാമാരത്തിൻ്റെ ഷാമ്പു കണ്ടത്. ഞാൻ വിചാരിച്ചു അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. റോസ്മേരിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ മുടി താരനൊക്കെ വന്ന് നശിച്ചൊരു വഴിയായിട്ടോ. നീളം മാത്രമേ ഉള്ളൂ, ഭയങ്കരമായിട്ട് എന്താ പറയുക. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാണിച്ചു തരാൻ വീഡിയോ. അപ്പോൾ ഒരു ചെറിയ സദ്യയൊക്കെ സെറ്റാക്കി ഒരു ചെറിയ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പ്രമാണിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. മക്കൾക്ക് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോനും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ചെറിയൊരു മിനി സദ്യയായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇങ്ങനെയായിരുന്നു എൻ്റെ മുടി ഉണ്ടായിരുന്നത് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം. എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല, അത്ര ഡ്രൈ ആവുന്നില്ല മുടി, അത്ര വലിയ എഫക്റ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ വീഡിയോ. ഇനി വേറൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.